ജനുവരി 5-ാം തീയതി വൈകിട്ട് 6:30 കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വഴിയമ്പലം യൂണിറ്റ് സമ്മേളനം നടത്തി. AKTA ജില്ലാ സെക്രട്ടറി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സജിനി ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുമ മധു വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷൈനി സേവ്യർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള, പ്രസിഡന്റ് KT ബാബുരാജ്, ശ്രുതി സുരേഷ്, മോനിഷ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ മത്സരാർത്ഥികളെ നേരിൽ കണ്ടുകൊണ്ട് തയ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അതിന്റെ ഭാഗമായി നമ്മളെ കേൾക്കാൻ പോലും തയ്യാറാകാതിരുന്ന കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നമ്മളെ കേൾക്കാനും നമ്മളെ വിളിച്ചിരുത്തി നമ്മളെ വിഷയങ്ങൾ പരിശോധിക്കുന്നതിനും പഠിക്കുന്നതിനും തയ്യാറായതിന്റെ ഭാഗമായി ആ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഏതാണ്ട് ഇപ്പോ എല്ലാ ആളുകൾക്കും ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സന്തോഷ വേള കൂടിയാണ് ഈ മാസം നമ്മൾ